കെ ബാലൻ സംസാരിക്കാൻ നമുക്ക് അതിലേക്ക് പോയിട്ട് അനിഷേധ നേതാക്കൾ, പ്രിയപ്പെട്ട പ്രതിനിധി സഖാക്കൾ, സഹോദരി സഹോദരന്മാരെ, പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, സഖാക്കൾ, 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ സഖാവ് സീതാറാം യെച്ചൂരി നഗരിൽ സ്വാഗത സംഘം ചെയർമാൻ പ്രിയപ്പെട്ട സഖാവ് KN ബാലഗോപാൽ ചെങ്കൊടി ഉയർത്തി സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിച്ചു. ഇന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രക്തപതാക ഉയർത്തി 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിനകം 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് 30,425 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 2,444 ലോക്കൽ സമ്മേളനങ്ങൾ, 210 ഏരിയ സമ്മേളനങ്ങൾ, 14 ജില്ലാ സമ്മേളനങ്ങൾ എന്നിവയെല്ലാം വളരെ അഭിമാനത്തോടു കൂടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ സമ്മേളനങ്ങളിലും തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടിയുടെ സംഘടനാ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കുന്നതായിരുന്നു സമ്മേളനങ്ങൾ. പാർട്ടിക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകിയ സമ്മേളനങ്ങളായിരുന്നു ഇവയെല്ലാം. ഇന്ന് ചെങ്കൊടിയുടെ പ്രസ്ഥാനം ലോകത്താകമാനം ഒരു തിരിച്ചറിവോടുകൂടി ശക്തിപ്പെടുകയാണ്. ഈ ചെങ്കൊടി ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ലോകത്തിൻ്റെ സ്ഥിതി, ഇന്ത്യയുടെ സ്ഥിതി, കേരളത്തിൻ്റെ സ്ഥിതി? അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ചെങ്കൊടിയുടെ പ്രസക്തി അനുദിനം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ, രാഷ്ട്രീയത്തെ, സംഘടനാ തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ കൊടി താഴ്ത്തിക്കെട്ടാൻ ആരെയും അനുവദിച്ചുകൂടാ. അത്രക്ക് മഹത്തരമാണ് ഈ കൊടിയുടെ പ്രസക്തി. അന്നും ഇന്നും എന്നും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ചെങ്കൊടിയാണ് ഇവിടെ ഉയർത്തിയത്. വർഗസമൂഹം ഉടലെടുത്ത നാൾ മുതൽ ചൂഷണത്തിനെതിരെ സമരം ചെയ്ത ചൂഷിതരുടെ ചോരയിൽ കുതിർന്നാണ് ഈ കൊടി നിറം ചുവപ്പായത്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നിസ്വവർഗം ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നത് ഈ ചെങ്കൊടി മാത്രമാണ്. ആശയറ്റവൻ്റെ ആശാകേന്ദ്രമാണ്. ചൂഷിതൻ്റെ മോചന മാർഗമാണത്. സാർ ചക്രവർത്തിയുടെ ക്രെംലിൻ കൊട്ടാരത്തിൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന ഉയർത്തിയത് ഈ ചെങ്കൊടിയായിരുന്നു. ഹിറ്റ്ലറുടെ നാസി മർദ്ദക ഭരണത്തിന് അറുതി വരുത്തിയ ശേഷം ബെർലിൻ കൊട്ടാരത്തിൽ സോവിയറ്റ് ചെമ്പട ഉയർത്തിയതും ഈ ചെങ്കൊടിയായിരുന്നു. ചിയാങ് കൈഷക്കിൻ്റെ ദല്ലാൾ മുതലാളിത്ത ഭരണത്തെ ഫോർമോസ ദ്വീപിലേക്ക് തുരത്തിയ ശേഷം മാവോ സെത്തൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് ജനകീയ ചുവപ്പ് സേന പീക്കിങ്ങിൽ ഉയർത്തിയതും ഈ ചെങ്കൊടിയാണ്. ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പീഡനത്തിനെതിരെ ദക്ഷിണ വിയറ്റ്നാമിൽ നിന്നും തുരത്തി സേഗോണിൽ ഉയർത്തിയതും ഈ ചെങ്കൊടിയായിരുന്നു. ആ പാരമ്പര്യമുള്ള ചെങ്കൊടിയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ. കെ ബാലൻ സംസാരിക്കുകയാണ്. വിശ്വമാനവികമായ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം, അത് ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഇവിടെ എങ്ങനെയാണൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർലമെന്ററി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിലാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു ഭരണ തുടർച്ച എങ്ങനെയാകാം, അതിന് വികസനമടക്കം എന്തൊക്കെ മുന്നോട്ട് വയ്ക്കാം, അത്തരം ചർച്ചകളിലേക്കാണ് വരുന്നത്.